അപ്പൊ നമ്മൾ നമ്മളിലേക്ക് നോക്കുക, നമ്മൾ മുകളിലേക്ക് നോക്കുക, നമ്മുടെ ചുറ്റും നോക്കുക, ഈ മനോഹരമായ സൃഷ്ടിയെ കാണാനായിട്ട് സാധിക്കും. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, സകലത്തിനും നാഥനായ ഒരു ദൈവം, നാം കാണുന്ന ഈ ലോകം സൃഷ്ടിച്ച, ഈ ലോകമുണ്ടാക്കിയ ഒരു ദൈവത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. നാം ഈ കാണുന്ന സൃഷ്ടികളെല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്. ഈ സൃഷ്ടികളുടെ പിന്നിലുള്ള ദൈവത്തെ നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. പാപിയായ മനുഷ്യന് ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്താനായിട്ട് കഴിയത്തില്ല. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവേഷം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കിലേക്ക് എത്തുവാൻ സാധ്യമല്ല. ഈ കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തു ദൈവമാണെന്ന് താൻ തെളിയിക്കുകയും ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്താൻ സാധിക്കും. ഈ സൃഷ്ടിതാവായ ദൈവത്തെ നാം അറിയാതെ പോകരുത്. നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവത്തെ നാം അറിയാതെ പോകരുത്. ആയതിനാൽ ആ ദൈവത്തിന്റെ പാദപീഠത്തിങ്കിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അനേകർ ഈ ക്രിസ്തുവിനെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് അവരുടെ ജീവിത യാത്രയിൽ ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ജീവിതം നമുക്ക് തുടരാം.